മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അന്തരീക്ഷം മുഴുവൻ നോയിമിൻ്റെ ആധ്യാത്മിക പശ്ചാത്തലം നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അടയാളങ്ങൾ അന്വേഷിക്കുന്ന ഒരു ജനതയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വൃക്ഷത്തിൽ നിന്ന് ഫലത്തെ അറിയാം, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. ഏറ്റവും നല്ല ഉദാഹരണവും അടയാളവും ഇത് തന്നെയാണ്. പരിശുദ്ധ അമ്മ പുത്രനെ നോക്കി നമുക്ക് മനസ്സിലാക്കാം. പുത്രനെ പരിശുദ്ധ അമ്മയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും വലിയ അടയാളം ഇത് തന്നെയല്ലേ? മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അന്തരീക്ഷം മുഴുവൻ നോയിമിൻ്റെ ആധ്യാത്മിക പശ്ചാത്തലം നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അടയാളങ്ങൾ അന്വേഷിക്കുന്ന ഒരു ജനതയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വൃക്ഷത്തിൽ നിന്ന് ഫലത്തെ അറിയാം, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. ഏറ്റവും നല്ല ഉദാഹരണവും അടയാളവും ഇത് തന്നെയാണ്. പരിശുദ്ധ അമ്മ പുത്രനെ നോക്കി നമുക്ക് മനസ്സിലാക്കാം. പുത്രനെ പരിശുദ്ധ അമ്മയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും വലിയ അടയാളം ഇത് തന്നെയല്ലേ? മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അന്തരീക്ഷം മുഴുവൻ നോയിമിൻ്റെ ആധ്യാത്മിക പശ്ചാത്തലം നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അടയാളങ്ങൾ അന്വേഷിക്കുന്ന ഒരു ജനതയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈശോയുടെ വചനം കേട്ട വൃക്ഷത്തിൽ നിന്ന് ജനക്കൂട്ടത്തെ അറിയാം, ഇടയിൽ നിന്ന് ഫലത്തിൽ നിന്ന് പറഞ്ഞു വൃക്ഷത്തെ അറിയാം. ഏറ്റവും നല്ല ഉദാഹരണവും നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോധരങ്ങളും പരിശുദ്ധ അമ്മ എത്രയോ മഹനീയം. പുത്രനെ നോക്കി നമുക്ക് മനസ്സിലാക്കാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ അമ്മയുടെ സ്വാധീനം എത്രമാത്രമാണെന്നോ നമുക്കേറെ അറിവുള്ളതാണല്ലോ. ദൈവപുത്രനെ ഈ ഭൂമിയിൽ ജനിക്കുവാനായിട്ടും ഒരമ്മയുടെ സഹായവും ആവശ്യമായിരുന്നു. കാരണം സ്വർഗം പോലും അമ്മയെ വിലമതിക്കുന്നു. യോനയെക്കാട്ടിലും വലിയവനും സോളമനേക്കാളിലും വലിയവനുമായവൻ പരിശുദ്ധ അമ്മയിൽ നിന്ന് ഉത്ഭവിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹ നമുക്ക് എല്ലാ അടയാളങ്ങൾക്കും ഉപരിയായിട്ട് വിശ്വസിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നു. അടയാളങ്ങൾ അന്വേഷിക്കുന്നവരാകാതെ വിശ്വസിക്കുന്നവരായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നോയിമിൻ്റെ അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്കിതിനായി അഭ്യർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.